നമ്മുടെ റീനീറ്റ് എക്സ്റേയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫിസിക്സിലെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ റീനീറ്റിൽ ഈ വർഷം ചോദിച്ചത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ, an electromagnetic wave traveling lossless dielectric medium have a dielectric constant നമുക്ക് തന്നിട്ടുണ്ട്, എപ്സിലോൺ ആർ 9 ആണെന്ന് വന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്ക് നൽകിയിരിക്കുന്നു. അതിനുശേഷം നമ്മളുടെ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ താഴെ തന്നിരിക്കുന്നു. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ചോയ്സ്? അപ്പോൾ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നോക്കിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അലോങ് എക്സ് ആണ്. അതിനുശേഷം ഇ എം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് കൂട്ടത്തിൽ കിടക്കുന്ന ഡയറക്ഷൻ ഏതാ? ഇസഡ് ആണ്. അപ്പോൾ ഇ എം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഇസഡ് ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ആണ്, ഇ എം വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇസഡിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? അലോങ് വൈ ഡയറക്ഷൻ. ഇത് നമ്മൾ പ്രിലിമിനറി ആയിട്ട് മനസ്സിലാക്കി. അതിനുശേഷം നമ്മുടെ ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം, ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് അലോങ് പ്ലസ് ഇസഡ്, പോസിറ്റീവ് ഇസഡ് ഡയറക്ഷൻ. ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ദി സ്പീഡ് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻസൈഡ് ദി മീഡിയം ഈസ് 10⁸. മീഡിയത്തിലെ സ്പീഡ് 10⁸ ആണ് എന്ന് നമ്മളോട് പറയുക. നമുക്കറിയാം മീഡിയത്തിലെ സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല V = C / N. N എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു C/√N എന്ന് പറയുന്നത് μr ε/r ആണ്. ഇപ്പം ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലോസ്ലെസ് ഡൈലക്ട്രിക് മീഡിയം എന്ന് പറയുന്ന നോൺ മാഗ്നറ്റിക് മീഡിയമാണ്. നോൺ മാഗ്നറ്റിക് മീഡിയത്തിൽ μrൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് എത്രയായിട്ടാണ്? 1 ആയിട്ടാണ് എടുക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് എപ്സിലോൺ/r വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 9 ആണ്. അല്ലെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിയുടെ വാല്യൂ നമുക്കറിയാം 3 × 10⁸ ഡിവൈഡഡ് ബൈ √μr1 × 9 ഈക്വൽ ടു 3 × 10⁸ ബൈ √9 എന്ന് പറയുന്നത് 3 ക്യാൻസലായി പോയി. മിച്ചം വരുന്നത് 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദി സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻസൈഡ് ദി മീഡിയം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 10⁸ മീറ്റർ/സെക്കൻഡ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്ത മൂന്നാമത്തെ, ദി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻസൈഡ് ദി മീഡിയം ഈസ് 300 മീറ്റർ. നമുക്കറിയാം വേവ് ലെങ്തും സ്പീഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ വേവ് ലെങ്ത് ലാംഡ ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഫ്രീക്വൻസിയാണ്. ഇനി വെലോസിറ്റി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ. സോ ലാംഡ ഈക്വൽ ടു വെലോസിറ്റിയുടെ സ്ഥാനത്ത് 10⁸. ഫ്രീക്വൻസി എത്രയാണ്? ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ടൈം അതെന്ന് പറയുന്നത് ഒമേഗയാണ്. ആ ഒമേഗയുടെ വാല്യൂ എത്രയാ? 2π × 10⁶ എന്നാണ് തന്നിരിക്കുന്നത്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസിയാണ്, അതിന് 2πf എന്ന് എഴുതാം. 2π × 10⁶. ഈ 2πയും 2πയും ക്യാൻസലായിപ്പോയി. അതിൻ്റെ അർത്ഥം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁶. 10⁸/10⁶ എന്ന് പറയുന്നത് 10⁻². എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് എത്രയാണ് കിട്ടുന്നത്? 100 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വേവ് ലെങ്ത് എത്രയാണ്? 300 മീറ്റർ. ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന 300 മീറ്റർ. ഇത് തെറ്റാണ്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, ഇൻകറക്റ്റ് ആയിരുന്നു ചോദിച്ചത് അല്ലേ. ദി മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗീവൺ ബൈ റിലേഷൻ BY = B0/V എന്നും പറഞ്ഞങ്ങ് പോവുകയാണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ BY = B0 × ഇങ്ങനെയാണ് പോകേണ്ടത്. B0യുടെ സ്ഥാനത്ത് വരേണ്ടത് എന്തായിരുന്നു? E0/V എന്നാണ്. E0/V വരേണ്ടടുത്ത് B0/V എന്നാണ് വന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. റീനീറ്റ് പരീക്ഷയിൽ ആ ചോദ്യത്തിന് കുഴപ്പമുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യന് കറസ്പോണ്ടിങ് 2 ഓപ്ഷൻസ് ഇൻകറക്റ്റ് ആയിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു, 3ഉം 4ഉം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ കണ്ടു. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നത്, ദി ഫോളോവിങ് ടേബിൾ റെപ്രസെൻറ്റ്സ് പാർട്ട് ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആൻഡ് ദെയർ കറസ്പോണ്ടിങ് മേജർ ആപ്ലിക്കേഷൻസ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്.
അപ്പോൾ ആദ്യത്തേത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ള മൈക്രോവേവ്, UV, ഗാമ, റേഡിയോ, ഈ 4 തന്നിരിക്കുന്നു. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മൈക്രോവേവിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കറിയാം, ഫോർ വാർമിംഗ് ഫുഡ്, മൈക്രോവേവ് ഓവൻ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കത് ഓർത്തിരിക്കാം. UV റേ, ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ വാട്ടർ പ്യൂരിഫൈയിങ്ങിനാണ്. അടുത്തത് ഗാമ റേ ആണ് ഈ ട്രീറ്റിംഗ് ക്യാൻസർ സെൽസ്. റേഡിയോ വേവ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4. അപ്പോൾ നമ്മുടെ റീനീറ്റ് പരീക്ഷയിൽ ഫിസിക്സിൽ ഈ ചാപ്റ്റർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നിന്ന് 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യന് 4 സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി ആ കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യേണ്ടത് ഉണ്ടായിരുന്നു. അപ്പം വലിയ ബുദ്ധിമുട്ടില്ലാതെ റീനീറ്റിൽ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാൻ വേണ്ടി സാധിക്കുമായിരുന്നു. ഓക്കെ, താങ്ക് യു.